ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു എന്റർപ്രണേഴ്സ്. എന്റർപ്രണേഴ്സ് എന്താണ്? എന്റർപ്രണേഴ്സിന് ആവശ്യമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ചും വുമൺ എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചും ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അസിസ്റ്റൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്റർപ്രണേഴ്സിന് കൊടുക്കുന്ന കുറച്ചുകൂടി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സപ്പോർട്ട് കൊടുക്കുന്ന കുറച്ചുകൂടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ എക്സാമിന് വരുന്നതാണ്. നമുക്ക് ഒന്നും ഒഴിവാക്കാം എന്ന് പറയാനില്ല. അപ്പോ ഓരോ ദിവസം 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് പഠിക്കാം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും എന്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ നമുക്ക് അതിൽ പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ഫുൾ ഫോം എന്താ, ഷോർട്ട് ഫോം എന്താ, അതിനോടൊപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇയർ ഏതാണ് എന്നും ഒബ്ജക്റ്റീവ്സും ഏകദേശം ഒരേപോലെ ആയിരിക്കും എല്ലാതും. അപ്പോ ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ എടുത്തപ്പോൾ അതിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു A4 ഷീറ്റിലേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫുൾ ഫോമും ഷോർട്ട് ഫോമും ഇയറും എഴുതിയെടുക്കാൻ. അതിന് ബാക്കിയായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ എഴുതി വെക്കുക. പിന്നീട് എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്കത് ആവശ്യമാണ്, ഞാനത് ചോദിക്കും, എനിക്കത് സബ്മിറ്റ് ചെയ്യാൻ വേണം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഫുൾ ഫോമും ഷോർട്ട് ഫോമും അതുപോലെ തന്നെ ഇയറും ചെറുതായിട്ട് ഒബ്ജക്റ്റീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിക്കോ. അത് നിങ്ങൾക്ക് പഠിക്കുന്നതിന് എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ആണ് മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ പോളിസീസ്, ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഈസ് ആൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഓഫ് മൈക്രോ, small, medium enterprise related policy decision in Industries Department of Government of Kerala. The Directorate, along with subordinate field office, namely District Industries Center and Taluk Industries Office, are responsible for promoting or sponsoring, registering, financing and advising MSME industries in the state. അപ്പോൾ ഓരോ രാജ്യത്തും, ഇപ്പൊ ഓരോ സംസ്ഥാനത്തും, ഇപ്പൊ നമ്മൾ കേരള സ്റ്റേറ്റിന് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകൾ ഉണ്ടെങ്കിൽ 14 ജില്ലകളിലും 14 DICs ഉണ്ട്. DIC എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ. അതായത് MSMEനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അതാണ് പ്രൊമോട്ടിംഗ്, സ്പോൺസറിങ്, രജിസ്റ്ററിങ്, ഫിനാൻസിങ്, അഡ്വൈസിങ് എന്നൊക്കെ പറയുന്നത്. MSME എന്താ? മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസ്. 2006 MSME ഫോം ചെയ്തത്. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നതിന് എല്ലാ ജില്ലകളിലും ഓരോ DICs ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ DIC എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കളക്ടറേറ്റ് പോകുന്ന, അയ്യന്തോൾ പോകുന്ന വഴി കളക്ടറേറ്റ് പോകുമ്പോൾ, കളക്ടറേറ്റ് എത്തുന്നതിനൊക്കെ മുമ്പ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ആ വഴിക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ. അപ്പൊ MSMEക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നത് ഈ DICs ആണ്. ഇതിന് കൂടാതെ താലൂക്ക് അടിസ്ഥാനത്തിലെ താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസസും ഇതിന്റെ പ്രൊമോട്ടിങ്ങിന് റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പൊ ഏകദേശം ഇതിനെ കുറിച്ചൊരു ധാരണയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 19 ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ 10 ഫങ്ഷൻസ് ഇന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ പറയുന്നു, കോഓർഡിനേറ്റ് ഓൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റേറ്റിനെ നോക്കാം. ഇപ്പൊ കേരള സ്റ്റേറ്റിലെ MSMEക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യാം. രണ്ടാമത്തെ, ഇംപ്ലിമെന്റ് schemes and envisages in the industrial policy of state government. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ പോളിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കീംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. നെക്സ്റ്റ്, ഡെവലപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ എ പ്ലാൻഡ് മാനർ.
ഇൻ എ പ്ലാൻഡ് മാനർ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ പ്രവർത്തന രീതികളും അതിന്റെ ക്യാപിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റും അതിന്റെ രൂപീകരണങ്ങളും എല്ലാത്തിനും ഒരു ഫിക്സഡ് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് പോകേണ്ടത്. പ്ലാൻ അനുസരിച്ച് പോയിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അവർക്ക് കിട്ടേണ്ട കൺസെഷൻസ്, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരും. ഒരു സ്ഥാപനം MSMEയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താന്ന് വെച്ചാൽ, MSMEയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്ഥാപനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാല് അവർക്ക് കൺസെഷണൽ റേറ്റിൽ ഫിനാൻസ് കിട്ടും, അതുപോലെ പവർ കണക്ഷൻ, അത് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിനും സാധാരണ രീതിയിൽ കൊടുക്കുന്നതിനേക്കാൾ കുറവ് എമൗണ്ട് കൊടുത്താൽ മതി. കൺസെഷണൽ ഫിനാൻസ് വരെ, അതായത് നമ്മൾ ലോണോ മറ്റു കാര്യങ്ങളോ എടുക്കുമ്പോൾ അതിന് വരെ നമുക്ക് കൺസെഷണൽ റേറ്റിൽ അവൈലബിൾ ആവും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നു, ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഗവൺമെന്റ്. അപ്പോൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ഗവൺമെന്റിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുക. അത് ഗവൺമെന്റിന്റെ പദ്ധതികൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ അറിയിക്കുക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ പ്രശ്നങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുക. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യലാണ് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മോണിറ്റർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ് schemes executed by the general manager of DIC. DICയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ടോപ്പ് ലെവലിലുള്ള ആളെന്നെ GM, ജനറൽ മാനേജർ ആണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ആവശ്യമായ ഓരോ പ്ലാനുകൾ ഉണ്ടാവും. ആ പ്ലാനുകള്, പദ്ധതികള് ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നില്ലേ എന്ന് മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഇനി കീപ് ഡാറ്റാബേസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഇൻ ഇന്ത്യ. എത്ര സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലെ മൈക്രോ, സ്മോൾ, മീഡിയം എല്ലാം വരും. അതിൽ ഓരോന്നിന്റെയും ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് സെപ്പറേറ്റ് നമുക്ക് ഒരു ഇതിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ തൽക്കാലം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലെ മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസ് എന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ കേരളത്തിലെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഡാറ്റാബേസ് കീപ്പ് ചെയ്യാം. ഇനി ഓർഗനൈസ് ടെക്നോളജി ക്ലിനിക് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ചാപ്റ്ററിലെ മെയിൻ ആയിട്ട് എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനെ കുറിച്ച് തന്നെയായിരുന്നു അല്ലെ ലാസ്റ്റ് ഭാഗങ്ങള്. ഓർഗനൈസ് ടെക്നോളജി ക്ലിനിക്സ്. പുതിയ പുതിയ ടെക്നോളജീസ് വരികയാണ്. ഉദാഹരണത്തിന് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണെന്ന് കരുതൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഗില്ല്, ഗേറ്റ്, ഡ്രൈ വർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവര് പുതിയ പുതിയ ടെക്നോളജീസ് കണ്ടെത്തും. അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്ലസ്റ്റർ പോലെ വെച്ചിട്ട് പുതിയ പുതിയ ടെക്നോളജികൾ പഠിപ്പിച്ചു കൊടുക്കുക, പുതിയ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക, ഓരോ ഡെവലപ്പിംഗിന്റെ അനുസരിച്ചിട്ട്. അപ്പൊ അതിനെയാണ് ടെക്നോളജിക്കൽ ക്ലിനിക്ക് ഓർഗനൈസ് ചെയ്യുക എന്നത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നു, പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെയർസ്, എക്സിബിഷൻസ് എക്സെട്ര ഫോർ എക്സിബിറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഓഫ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്. ഇങ്ങനെയുള്ള സ്മോൾ സ്കെയിൽ യൂണിറ്റുകളിൽ ഒരുപാട് കൈത്തറി, കരകൗശല വസ്തുക്കൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഫെയർസ്, എക്സിബിഷൻസ് ഒക്കെ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നു, ഇഷ്യൂ എസെൻഷ്യലി സർട്ടിഫിക്കറ്റ് for controlled items of raw materials. ചില റോ മെറ്റീരിയൽസ് റയർ ആയിട്ടുള്ളതും സ്കേഴ്സ് ആയിട്ടുള്ളതുമായ റോ മെറ്റീരിയൽസ് ഉണ്ട്. ഈ റോ മെറ്റീരിയൽസ് പ്രയോറിറ്റി ബേസിൽ ഇവർക്ക് ലഭിക്കുന്നതിനുള്ള ചില സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അല്ലെ? ഇപ്പൊ ഗവൺമെന്റിന്റെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അതിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് കിട്ടുന്നു. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എസെൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യാം. ഐഡന്റിഫൈ എന്റർപ്രണേഴ്സ് ആൻഡ് മോട്ടിവേറ്റ് ദം. ഇടയ്ക്കിടയ്ക്ക് എന്റർപ്രണേഴ്സിനെ വിസിറ്റ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നമ്മുടെ മെയിൻ ഇൻഡസ്ട്രിയലൈസേഷന്റെ മെയിൻ സ്ട്രീമിന്റെ ചെറിയ താഴ്വഴികളാണ്. ഈ താഴ്വഴികളെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത്. പ്രൊവൈഡ് പ്രൊജക്ട് ഐഡിയ, പ്രൊജക്ട് പ്രൊഫൈൽ, പ്രൊജക്ട് ഫീസിബിലിറ്റി അഡ്വൈസ്, ബിസിനസ് മാനേജ്മെന്റ് അഡ്വൈസ് ആൻഡ് ഗൈഡൻസ്. പ്രൊജക്ട് ഐഡിയാസ്, പ്രൊജക്ട് തുടങ്ങുന്നതിനും പ്രാബല്യത്തിൽ വരുത്തുന്നതിനും ഇംപ്ലിമെന്റേഷൻസിന് ആവശ്യമായിട്ടുള്ള ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാം. പ്രൊജക്ട് പ്രൊഫൈൽ തയ്യാറാക്കി കൊടുക്കുക. പ്രൊജക്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാന്ന് പറഞ്ഞാൽ എന്താ? അതുപോലെ നമ്മുടെ ഇൻഫർമേഷൻസ്, ഡാറ്റാസ്, ഡേറ്റ് ഓഫ് ബർത്ത്,